പ്രഭാതമന്നയിലേക്ക് യേശുക്രിസ്തുവിൽ ഏവർക്കും സ്വാഗതം. ഇന്ന് 3 നോയമ്പിന്റെ 3-ാം ദിവസം. മാനസാന്തരത്തിന്റെ യാത്രയ്ക്ക് നാം വിളിക്കുന്ന പേരാണ് നിനവ നോമ്പ്. തിരിച്ചറിവ് കിട്ടിയ ജനസമൂഹം ദൈവകരുണയ്ക്കും നീതിക്കും വേണ്ടിയുള്ള നിലവിളി നടത്തുകയാണ്. തങ്ങളുടെ പ്രവൃത്തിയും ചിന്തയും ദൈവത്തിന് എതിരാണ് എന്നുള്ള തിരിച്ചറിവ് അവരുടെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ അവര് ദൈവത്തോട് നിലവിളിക്കുകയാണ്. യോനയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു, യോനയുടെ ശബ്ദം കേട്ട് ഈ ജനം അനുതാപത്തിലേക്ക് തിരിഞ്ഞു എന്ന്. യോനയുടെ പ്രവാചകന്റെ ശബ്ദം അവരുടെ ഹൃദയത്തെ ചില ഭാരങ്ങളിലേക്ക് നയിക്കുന്നു. അനുതാപമില്ലാതെ ദുർമാർഗങ്ങളിലൂടെ നടന്ന ഈ ജനം യോനയുടെ ശബ്ദം കേട്ട് 4 കാര്യങ്ങൾ ചെയ്തുവെന്ന് 3-ാം അധ്യായത്തിൽ പറയുന്നു. 1, അവർ ഒരു ഉപവാസം നിശ്ചയിച്ചു. ദൈവം മുമ്പാകെ സ്വയം താണ് വിനയം ധരിച്ച് താഴ്മ ശീലിച്ച് ഒരു ഉപവാസം നിശ്ചയിച്ചു. ആ ഉപവാസത്തിന്റെ കാലം കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് കരുണ ചെയ്തു. ഈ നാളുകളിൽ ദൈവം നമ്മോട് കരുണ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉപാധി ഒരു ഉപവാസം നിശ്ചയിക്കുക എന്നുള്ളതാണ്. 2, അവർ യഹോവയോട് നിലവിളിച്ചു. ദൈവം മുമ്പാകെ നമുക്ക് 1 നിലവിളിക്കാം. യോന നിലവിളിച്ചപ്പോൾ, ഹാഗാർ നിലവിളിച്ചപ്പോൾ, ദാനിയേൽ നിലവിളിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ഉത്തരമരുളി. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ നമ്മുടെ സങ്കടങ്ങൾക്ക്, നമ്മുടെ ദുരിതങ്ങൾക്ക്, നമ്മുടെ ക്ലേശങ്ങൾക്ക് ദൈവം മുമ്പാകെ 1 നിലവിളിക്കുകയാണെങ്കിൽ അവൻ നമുക്ക് ഉത്തരം നൽകും. 3, അവരുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞു. ചില മാർഗങ്ങൾ ശരിയല്ല എന്നത് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് വിട്ടുതിരിയുക എന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ മാർഗം അവർ അന്വേഷിച്ചു. ഈ നാളുകളിൽ നാം അന്വേഷിക്കേണ്ടതും സഞ്ചരിക്കേണ്ടതും ക്രിസ്തുവിന്റെ മാർഗമാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. 4, അവരുടെ ജീവിതത്തെ അനുതാപത്തിലേക്ക് ചേർത്ത് വെച്ചു. ദുർമാർഗം വിട്ടുതിരിഞ്ഞാൽ, ഉപവാസം ശ്രേഷ്ഠമാക്കിയാൽ, പ്രാർത്ഥനയ്ക്ക് നിലവിളിച്ചാൽ ജീവിതത്തിൽ അനുതാപത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ 4 കാര്യങ്ങൾ ജനം ചെയ്തപ്പോൾ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകളും നിലവിളികളും ഉപവാസവും അനുതാപവും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.